Hi all, welcome to Travel Business. It's me, Shamsad PK. Travel Business ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗൂഗിൾ ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ ഫോം. ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. സൗജന്യമായിട്ട് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ ഫോം. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പല ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഫോം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് നമ്മളൊരു ഫോം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ഓൺലൈൻ ഫോം കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഒരു ഉപഭോക്താവിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവർ ജസ്റ്റ് അവരുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം വഴിയോ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അത് നമുക്ക് ഒരു സിസ്റ്റം വഴി കിട്ടുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ ഫോം ഉപയോഗപ്പെടും എന്നുള്ളതും തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഫോം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായതുകൊണ്ട് തന്നെയാണ് ട്രാവൽ ബിസിനസ്സിൽ ഗൂഗിൾ ഫോമിനെ കുറിച്ച് വീഡിയോ അവതരിപ്പിക്കുന്നത്. ഒരു ഗൂഗിൾ ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് നിർബന്ധമാണ്. അതായത് ഗൂഗിൾ അക്കൗണ്ട് നിർബന്ധമാണ്. ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഗൂഗിളിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളിൽ ഒരു മികച്ച പ്രൊഡക്റ്റ് തന്നെയാണ് ഗൂഗിൾ ഫോം. ഈ ഗൂഗിൾ ഫോം ഐക്കണും അതുപോലെ തന്നെ ഫോംസ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഡാഷ്ബോർഡിലേക്ക് പോകുന്നതാണ്. ഇവിടെ പുതുതായിട്ട് ഒരു ഫ്രഷ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് സ്റ്റാർട്ട് എ ന്യൂ ഫോം എന്നുള്ളത്, അതായത് ഈ ഒരു ബ്ലാങ്ക് ഫോം പ്ലസ് ബട്ടൺ കണ്ടില്ല, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് പോകുന്നതാണ്. നമ്മൾ ആദ്യം ഇവിടെ ഒരു ടൈറ്റിൽ ആണ് ഈ ഫോമിന് കൊടുക്കേണ്ടത്. അതിനു മുന്നേ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിൻ്റെ മൊത്തത്തിലുള്ള ഒരു തീമൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കസ്റ്റമൈസ് തീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് സ്റ്റൈലുകളെല്ലാം, ഹെഡർ എത്ര സൈസ് വേണം, അതുപോലെ ക്വസ്റ്റ്യൻസിന് എത്ര സൈസ് വേണം, അങ്ങനെ അതിൻ്റെ ഫോണ്ടുകൾ ഏതൊക്കെ വേണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ചൂസ് ചെയ്ത് ഒരു ഫോമിൻ്റെ ഒരു ഔട്ട്ലുക്ക് മൊത്തത്തിൽ മാറ്റാൻ പറ്റും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഹെഡറിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഫോം എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് ഡിസൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും തീം എടുക്കാം. ഞാനിപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രാവൽ ടു ബിസിനസ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു അപേക്ഷ ഫോമായിട്ട് ഒരു ഡെമോ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മളോട് ഇവിടെ ഹെഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റ് സൈസിൽ ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്കത് ഇവിടെ കറക്റ്റ് സൂട്ടായിട്ട് വരുന്നത്. 1600x400 ഈ ഒരു പിക്സലിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കറക്റ്റായിട്ടത് മാച്ച് ചെയ്യിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോമിൻ്റെ ഒരു കളർ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഹെഡിൽ കൊടുത്തതിന് അനുസരിച്ച് മാറ്റം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാനിവിടെ തീമിൽ ചെയ്യുന്നുള്ളൂ. ദെൻ നമ്മളിവിടെ ഫോമിന് ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഫോമിന് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെന്താണ് ഫോം എന്നുള്ളത് മനസ്സിലാവുന്ന ഒരു ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ബോൾഡാക്കാം, സെലക്ട് ചെയ്തുകൊണ്ട് ബോൾഡാക്കാം. ഇനി അതല്ല നമുക്ക് ഇറ്റാലിക് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്.
ദെൻ അടുത്തായിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷനാണ്. അതായത് ഈ ഫോമിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം, നമുക്ക് എന്താണ് ഈ ഫോം എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഇവിടെ കൊടുക്കാം. ഞാനത് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ എഴുത്ത് ഉപകരണത്തിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ഞാനത് മലയാളത്തിലാക്കി ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഫോം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇതും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റൈല് മാറ്റാം, ബോൾഡാക്കാം. അതുപോലെ തന്നെ അതിൽ ഇനി പോയിൻ്റ് വൈസ് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹെഡിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മളിതിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കളക്ഷൻ, നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, അവരുടെ നിന്ന് വാങ്ങേണ്ടതെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ ഏത് അപേക്ഷകൾക്ക് വേണമെങ്കിലും, ഏത് ഫോമിന് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ ഒരു ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്കിവിടെ ഓരോന്നായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് നെയിം, സാധാരണ നമുക്ക് എല്ലാ ഫോമിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നെയിം. ഇവിടെ ഷോർട്ട് ആൻസറായിട്ട്, അതായത് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് അല്ലെങ്കിൽ 2-3 വേർഡുകൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ആൻസറാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വാട്സപ്പ് നമ്പറാണ്. ഇതൊരു വാട്സപ്പ് ഫോം ആയതുകൊണ്ടാണ് വാട്സപ്പ് നമ്പർ, അതും ഷോർട്ട് ആൻസറാണ്. ഇതിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. പാരഗ്രാഫായിട്ട്, അതായത് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അവർ ടൈപ്പ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അത് പാരഗ്രാഫാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇനി മൾട്ടിപ്പിൾ ചോയ്സ്, നമുക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റും, ഏതെങ്കിലും ഒന്ന് അതിൽ നിന്ന് സെലക്ട് ചെയ്യാമെന്നുള്ള. അതുപോലെ തന്നെ ചെക്ക് ബോക്സസ് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഡ്രോപ്പ് ഡൗൺ, അതുപോലെ ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് അതിലുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പുതിയ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനുള്ളതാണ് ഈ പ്ലസ് ബട്ടൺ, ആഡ് ക്വസ്റ്റ്യൻ. അതുപോലെ വേറെ ഏതെങ്കിലും ഫോമിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ്. ഇനി ഈ ക്വസ്റ്റ്യന് ഒരു ടൈറ്റിലും അതിന് ഡിസ്ക്രിപ്ഷനും കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഇമേജ് എന്തെങ്കിലും വേറെ സെപ്പറേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇടയിൽ എന്തെങ്കിലും വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ ആഡ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഫോം ഒരു സെക്ഷനാക്കി മാറ്റിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു സെക്ഷനിലേക്ക് പോകണമെങ്കിൽ ഒരു സെക്ഷനും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് പുതിയൊരു ഫോം തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സുള്ള ഒരു സംവിധാനമാണ് ഈ ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സംരംഭം ഒക്കെ നടത്തുമ്പോൾ പലതരത്തിലുള്ള അപേക്ഷാ ഫോമുകൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൂൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സംവിധാനം തന്നെയാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗൂഗിൾ ഫോം എന്നുള്ളത്. ഇത് വളരെ വൃത്തിയായിട്ട് നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചും നമുക്ക് കഴിയുന്നതിനനുസരിച്ചൊക്കെ നമുക്കിത് വളരെ ഭംഗിയാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല ഇതിൽ ഒരു ഫോം നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിത് സെൻഡ് ചെയ്യാം, മെയിൽ വഴി സെൻഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് വാട്സപ്പ് വഴി അയച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടുകൾ വഴി, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അയച്ചു കൊടുത്തിട്ടോ നമുക്കിത് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ലിങ്ക് ഒരാൾക്ക് കിട്ടി അത് അയാൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെസ്പോൺസസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ആണ് അവർ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കാണ് ആ ഫോം വരുന്നത്. അവർ സബ്മിറ്റ് ചെയ്യുന്ന ഓരോ ഫോമുകളും ഇപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സാമ്പിളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഫോം ആയതുകൊണ്ട് ഇവിടെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല, നമ്മൾ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. അതിങ്ങനെ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ റെസ്പോൺസസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരും. ആ ഫോമുകളുടെയൊക്കെ ഡീറ്റെയിൽ താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ ഡീറ്റെയിൽ എടുക്കാനും അവർക്ക് എന്ത് സർവീസാണ് നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളത്. ഇപ്പം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ അവരുടെ ഡാറ്റ കളക്ട് ചെയ്ത് നമ്പർ സേവ് ചെയ്ത് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കാൻ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് ഒരു സാമ്പിളിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്കൊരു ഫോം എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൂഗിൾ ഫോം എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും എന്തൊക്കെയാണ് അതിൻ്റെ
പ്രയോജനങ്ങൾ എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൂഗിൾ ഫോമിനെ കുറിച്ച് നമ്മൾ ട്രാവൽ ടു ബിസിനസ് ബ്ലോഗിലൊരു ബ്ലോഗായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചും അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.